ഇന്നേക്ക് 700 കൊല്ലത്തിന് മുമ്പുള്ള കാലത്ത് മണിപ്രവാള സാഹിത്യം എന്നൊരു പ്രസ്ഥാനം നിലവിലുണ്ടായിരുന്നു. ഇന്നത്തെ വിദ്യാഭ്യാസമുള്ള ചെറുപ്പക്കാർ ഇംഗ്ലീഷും മലയാളവും കൂട്ടിക്കലർത്തി സംസാരിക്കുക പതിവാണ്. അതുപോലെ അന്ന് വടക്കേ ഇന്ത്യയിൽ നിന്നും കേരളത്തിലെത്തിയ ആര്യബ്രാഹ്മണർ ഇവിടുത്തെ ഭാഷയായ മലനാട്ട് തമിഴും ആര്യബ്രാഹ്മണരുടെ ഭാഷയായിരുന്ന സംസ്കൃതവും കൂട്ടിക്കലർത്തിക്കൊണ്ട് സാഹിത്യ സൃഷ്ടി നടത്തിയിരുന്നു. ഇതിനെയാണ് മണിപ്രവാളം എന്ന്, ആ ഭാഷയെയാണ് മണിപ്രവാള ഭാഷ എന്ന് പറയുന്നത്. AD 10 13 നൂറ്റാണ്ടുകൾക്കിടയിൽ, 10 മുതൽ 13 വരെ നൂറ്റാണ്ടെന്ന് പറഞ്ഞാൽ 4 നൂറ്റാണ്ട് വരും. അതിനിടയിൽ ഒരു 3-3.5 നൂറ്റാണ്ട് കാലം ഈ മണിപ്രവാള സാഹിത്യത്തിൻ്റെ കാലമായിരുന്നെന്ന് നമുക്ക് സാമാന്യമായി പറയാം. ഉണ്ണുനൂലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചെറിയച്ചി ചരിതം, ഇളയച്ചി ചരിതം, ഇങ്ങനെ കുറേ നായികാവർണ്ണനാപരമായ കൃതികൾ. ചുരുക്കി പറഞ്ഞാൽ ഒരുതരം നക്ഷത്ര വേശ്യകളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള സാഹിത്യകൃതികളാണ് അന്ന് നിലവിലിരുന്നത്. കൂത്തച്ചി, കൂത്താടുന്ന സ്ത്രീ എന്നാണ് വാക്കിന് അർത്ഥം. പക്ഷേ അവരൊക്കെ ഒരു തരത്തിൽ അതിസുന്ദരിമാരും ഇന്നത്തെ സിനിമാ നടികളെക്കാൾ സ്ഥാനം അന്ന് അവർക്ക് സമൂഹത്തിൽ ഉണ്ടായിരുന്നു. അവർക്ക് രാജാവിനോടൊപ്പം നടക്കാം, രാജാവിനോടൊപ്പം പല്ലക്കിലിരിക്കാം, ഇങ്ങനെയൊക്കെയാണ്. പക്ഷേ ഫലത്തിൽ അവരൊക്കെ ഒരുതരം ദേവദാസികൾ, ശുദ്ധവേശികൾ ആയിരുന്നു. അവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കാവ്യങ്ങളാണ് ഞാൻ ഈ പറഞ്ഞ ഉണ്ണുനീലി സന്ദേശം, ഉണ്ണിയച്ചി ചരിതം, ചന്ദ്രോത്സവം, ചെറിയച്ചി, ഇങ്ങനെയൊക്കെയുള്ള സന്ദേശ കാവ്യങ്ങളൊക്കെ ഇവരെ പ്രകീർത്തിച്ചുകൊണ്ടുള്ളതാണ്. അതിൽ പറയുന്ന ഒരു കാര്യം എടുക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ പറഞ്ഞു വന്നത്. അതിൽ പറയുന്നത് അന്നത്തെ രാജാക്കന്മാർക്ക് പാരാവാരം പോലെ സൈന്യം ഉണ്ടായിരുന്നു. ഈ സുന്ദരിമാരുടെ സൗന്ദര്യം കേട്ടറിഞ്ഞ് സ്വർഗത്തു നിന്ന് യക്ഷ ഗന്ധർവ കിന്നര രാജകുമാരന്മാരൊക്കെ ഭൂമിയിൽ വന്ന് നമ്മുടെ ചെറിയച്ചിയോടും ഇട്ടിയച്ചിയോടും മാര ചേമന്തികയോടും പ്രണയാഭ്യർത്ഥന നടത്തിയെന്നും അതെല്ലാം തള്ളിക്കളഞ്ഞിട്ട് പാരാവാരം പോലെ സൈന്യമുള്ള വീരശൂര പരാക്രമിയായ നമ്മുടെ രാജാവിനെ കല്യാണം കഴിച്ചു എന്നൊക്കെയാണ് ഈ കൃതികളുടെയൊക്കെ പൊരുള്. പറഞ്ഞു വന്നത് അന്നത്തെ രാജാക്കന്മാർ അങ്ങനെ വീരശൂര പരാക്രമികളൊന്നും ആയിരുന്നില്ല. അവർക്ക് അങ്ങനെ കടൽ പോലെയുള്ള സൈന്യവും ഇല്ലായിരുന്നു. എങ്കിലും അന്ന് യുദ്ധം സാർവത്രികമായിരുന്നു. അപ്പോൾ ആ യുദ്ധം എങ്ങനെയായിരുന്നു, നമ്മുടെ പൂർവികർ അനുഭവിച്ച സ്ഥിതി, നമ്മുടെ പൂർവികർ യുദ്ധത്തിന് പോയി വെറുതെ ചത്തൊടുങ്ങേണ്ടി വന്ന സാഹചര്യം എന്തായിരുന്നു എന്ന് വിവരിക്കാൻ വേണ്ടിയാണ് ഈ ഖണ്ഡം, ഈ ഭാഗം പ്രയോജനപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത്. ഇന്നത്തെ കേരള ഭൂപ്രദേശത്ത് അന്ന് 38 മുതൽ 56 വരെ രാജ്യങ്ങളുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു താലൂക്കിനോളം വരില്ല അന്നത്തെ ഒരു രാജ്യം. ഇന്നത്തെ കേരള ഭൂപ്രദേശത്ത് നിന്ന് ഇന്ന് തമിഴ്നാട്ടിലുള്ള തോവാള, അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്ന 4 താലൂക്കുകൾ കൂടി ചേർന്നതാണ് അന്നത്തെ തിരുവിതാംകൂർ. ആ തിരുവിതാംകൂറും കൊച്ചിയും മലബാറും കൂടി ചേർന്ന ഇന്നത്തെ കേരള ഭൂപ്രദേശത്തെ ഏതാണ്ട് 56 രാജാക്കന്മാർ. അപ്പോൾ ഒരു രാജ്യം ഒരു താലൂക്കിൻ്റെ അത്ര തന്നെ വരില്ല. ചില സമയത്ത് 56 രാജ്യം കാണില്ല. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രമണം നടത്തി ചില രാജ്യങ്ങൾ പിടിച്ചെടുക്കുകയും ചില രാജ്യങ്ങൾ കീഴടങ്ങുകയും, അപ്പോൾ രാജ്യങ്ങളുടെ എണ്ണം കുറയുകയും ചിലപ്പോൾ രാജ്യങ്ങളുടെ എണ്ണം കൂടുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ ഈ കവികളൊക്കെ പറയുന്നതനുസരിച്ച് ഇങ്ങനെ കടൽ പോലെ സൈന്യമുള്ളവനും വലിയ യുദ്ധവീരനും ഒക്കെ ആയ രാജാക്കന്മാർ ഉണ്ടായിരുന്നിട്ട് ഒരു 2-3 കപ്പലിൽ കുറച്ച് ചാക്കും ഒക്കെ ആയിട്ട് കുരുമുളക് വാങ്ങാൻ വന്ന ഒരു 10-200 സായിപ്പന്മാർ വളരെ പെട്ടെന്ന് കേരളം മുഴുക്കെ പിടിച്ചടക്കിയത് എങ്ങനെ? അതാണ് ചിന്തിക്കേണ്ട ഒരു പ്രശ്നം.
100-200 സായിപ്പന്മാർ വെള്ളക്കാർ വന്ന് കേരളത്തിൻ്റെ മുഴുക്കെ ഭരണാധികാരികളായി, പിന്നീട് അവർ ഇന്ത്യയുടെ മുഴുക്കെ ഭരണാധികാരികളായി മാറി. അത് എങ്ങനെ? അതാണ് നമുക്ക് കാര്യങ്ങൾ കവികൾ പറയുന്നത് പോലെയല്ല എന്ന് മനസ്സിലാക്കേണ്ടത്. 1750 മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സ്ഥാപിക്കുന്നത്. മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഉണ്ടാക്കിയെന്ന് പറഞ്ഞാൽ തിരുവിതാംകൂർ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ആ പേരില്ലായിരുന്നേ ഉള്ളൂ. അന്ന് വേണാട് എന്നായിരുന്നു രാജ്യത്തിൻ്റെ പേര്. ഒരു കാലത്ത് വേണാട് ആറ്റിങ്ങൽ വരെ മാത്രമായിരുന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് അതിനെ വികസിപ്പിച്ച് മാർത്താണ്ഡവർമ്മയ്ക്ക് മുമ്പ് തന്നെ അത് കൊല്ലം വരെ എത്തി. മാർത്താണ്ഡവർമ്മയുടെ കാലമായപ്പോൾ അതിനെ നീട്ടി ആലപ്പുഴ ജില്ലയുടെ അരീക്കുറ്റി വരെ എത്തിച്ചു. അപ്പോൾ തിരുവിതാംകൂർ എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് തിരുവിതാംകൂർ അരീക്കുറ്റി വരെയാണ്. അരീക്കുറ്റി വരെ തിരുവിതാംകൂറിനെ എത്തിക്കുന്ന കാലത്ത് കേരളത്തിൽ സ്ഥിര സൈന്യം ഇല്ലായിരുന്നു. ഒരു രാജാവിന് സ്ഥിര സൈന്യം ഇല്ലായിരുന്നു. പിന്നെയോ കരപ്രമാണിമാർ, കളരി ആശാന്മാർ, അവരുടെ കീഴിലൊക്കെ കളരി വിദ്യ പഠിച്ച നായർ യുവാക്കൾ യുദ്ധസന്നദ്ധരായി നാട്ടിലെമ്പാടും ഉണ്ടായിരുന്നു. അവരെ വിളിച്ചു കൂട്ടിയാണ് യുദ്ധം ജയിച്ചിരുന്നത്. എന്നാൽ മാർത്താണ്ഡവർമ്മയുടെ അങ്ങനെ വിളിച്ചുകൂട്ടിയ സൈന്യത്തെ തന്നെ നയിച്ചിരുന്നത് അനന്തപത്മനാഭൻ എന്ന ഒരു നാടാർ യോദ്ധാവ് ആയിരുന്നു. അയാളുടെ പേര് ഇന്നത്തെ തമിഴ്നാട്ടിലാണ് അയാളുടെ ജന്മസ്ഥലം. അയാളുടെ പേര് അനന്തപത്മനാഭൻ. CV രാമൻപിള്ളയുടെ മാർത്താണ്ഡവർമ്മ എന്ന നോവലിൽ അനന്തപത്മനാഭനെ ബ്രാഹ്മണനാക്കി. അങ്ങനെയൊക്കെ ചരിത്രത്തിൽ ചില മറിമായങ്ങൾ സാഹിത്യകാരന്മാർ വരുത്തി വയ്ക്കും. ഈ അനന്തപത്മനാഭൻ അയാളുടെ യുദ്ധസാമർഥ്യം കൊണ്ടാണ് നമുക്ക് അരീക്കുറ്റി വരെ സൈന്യത്തെ എത്തിക്കാൻ കഴിഞ്ഞത്. അത് മാത്രമല്ല, കൊച്ചിയിലെ രാജ്യമായാലും മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ സ്ഥാപിക്കുന്നതിന് മുമ്പ് ഇവിടെ ഇടയ്ക്ക് കുറെ കൊച്ചു രാജ്യങ്ങളുണ്ടായിരുന്നു. അവിടെയൊക്കെ സൈന്യമില്ലായിരുന്നു. പിന്നെയോ കളരി യോദ്ധാക്കളായ നായർ യുവാക്കളുണ്ടായിരുന്നു. ആറ്റിങ്ങൽ രാജാവും നെടുമങ്ങാട് രാജാവും തമ്മിൽ യുദ്ധം നടക്കും. നെടുമങ്ങാട് രാജാവിൻ്റെ കുറച്ച് നായർ ചെറുപ്പക്കാർ വാളുമൊക്കെ ആയിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ചെല്ലും. ആറ്റിങ്ങൽ രാജാവിൻ്റെ കുറച്ച് ആളുകൾ ഇങ്ങോട്ട് വരും. ഒറ്റയ്ക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെട്ടി 5-6 പേരൊക്കെ ചാവും, ബാക്കി ആരെങ്കിലും തോറ്റതായി സമ്മതിക്കും. ഇങ്ങനെയൊക്കെയുള്ള ഒരു യുദ്ധരീതിയായിരുന്നു അന്ന് നിലവിലിരുന്നത്. പിന്നീട് പക്ഷെ കോഴിക്കോടിൻ്റെ സ്ഥിതി അതല്ല. അവർക്കൊരു അറബി പാരമ്പര്യമുണ്ട്. വളരെ പണ്ടേ അറബി കച്ചവടക്കാർ കോഴിക്കോട്ടെത്തുമായിരുന്നു, അറബികൾ. അങ്ങനെ അറബികൾ കോഴിക്കോട്ട് വന്ന് സംബന്ധം കഴിക്കുകയും അവരിലുണ്ടായ മക്കൾ പകുതി അറബികളായ ചെറുപ്പക്കാർ വീരന്മാരായിരുന്നു, കടലിലെ വീരന്മാരായിരുന്നു. അവർ കടലിലെ പടയാളികളായിരുന്നു. ഇന്നത്തെ നാവിക ശക്തി എന്നൊക്കെ പറയുന്നത് പോലെയുള്ള, നേവി എന്നൊക്കെ പറയുന്ന പോലെ വള്ളത്തിൽ പോയി യുദ്ധം ചെയ്യാനും മറ്റുമൊക്കെ ശക്തിയുള്ള ആളുകളായിരുന്നു കോഴിക്കോട്ടുണ്ടായിരുന്നത്. അപ്പോൾ കോഴിക്കോട് സാമൂതിരിയും ഈ പറഞ്ഞ പോലെ വീരശൂര പരാക്രമി ഒന്നും ആയിരുന്നില്ല, പാവമായിരുന്നു. വാസ്കോഡ ഗാമ കോഴിക്കോട്ട് വന്നപ്പോൾ സാമൂതിരിയെ ചെന്ന് കണ്ട കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അന്ന് സാമൂതിരിക്ക് എഴുന്നേറ്റിരിക്കാൻ ശേഷിയില്ല, ഒരു വൃദ്ധൻ. പക്ഷെ ശരീരം മുഴുവൻ സ്വർണ്ണാഭരണങ്ങൾ കെട്ടിത്തൂക്കിയിട്ടുണ്ട്. എവിടെയെല്ലാം ഇടാമോ അവിടെയൊക്കെ ഇട്ടിട്ടുണ്ട്. വെറ്റില മുറുക്കി ഇരിക്കുന്നു. ഒരു തോർത്താണ് ഉടുത്തിരിക്കുന്നത്. അടുത്ത് ഒരു പെണ്ണ് നിന്ന് വെറ്റില മുറുക്കി, വെറ്റില ചുണ്ണാമ്പൊക്കെ ചേർത്ത് അടയ്ക്കയും പുകയിലയൊക്കെ കൂടെ വെച്ച് സാമൂതിരിയുടെ വായിൽ വെച്ചു കൊടുക്കും. മറ്റൊരാൾ ഒരു കോളാമ്പിയും വെച്ചുകൊണ്ട് നിൽക്കുന്നു. സാമൂതിരി മുറുക്കുന്നു തുപ്പുന്നു. ഇതായിരുന്നു സാമൂതിരിയുടെ രാജ്യഭരണം. പക്ഷേ അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത് സാമൂതിരിയുടെ സൈന്യാധിപനായ കുഞ്ഞാലി മരക്കാരും അതുപോലെയുള്ള ചുണക്കുട്ടികളും ആയിരുന്നു. എന്നാൽ ഇങ്ങോട്ട് മാറിയാൽ സാമൂതിരിയുടെ നാവിക ശക്തി കഴിഞ്ഞാൽ മറ്റ് രാജ്യങ്ങളിലുള്ള മറ്റ് ചെറിയ ചെറിയ രാജ്യങ്ങൾ പലയിടത്തും ഉണ്ടല്ലോ, പാലക്കാട് അവിടെ ഇവിടെയൊക്കെ ഉണ്ട്. ഈ രാജ്യങ്ങളിലൊക്കെ ഉള്ള സൈനിക ശക്തി എന്ന് പറയുന്നത് നായർ യുവാക്കളായിരുന്നു. വടക്കൻ പാട്ടുകളിൽ തച്ചോളി ഉദയനനും ആരോമൽ ചേവകരും ഉണ്ണിയാർച്ചയും ഒക്കെ ഇങ്ങനെ യുദ്ധം ചെയ്ത കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. അതൊക്കെ പർവ്വതീകരിച്ച വെറും കെട്ടുകഥകളാണ്. അങ്ങനെയൊന്നും ആയിരുന്നില്ല കാര്യങ്ങൾ. ഈഴവരും
നായന്മാരും ഒരുമിച്ച് നിന്ന് ഒരിക്കലും അന്ന് യുദ്ധത്തിന് പോകാൻ ഇടയില്ല. അതിന് കാര്യം എന്തെന്ന് ചോദിച്ചാൽ, നായന്മാര് ഈഴവർ നായന്മാരുടെ അടുത്ത് പോലും ചെല്ലാൻ അന്ന് അനുവദിച്ചിരുന്നില്ല. അതുകൊണ്ട് ഈഴവ പോരാളികളും നായർ പോരാളികളും ഒരുമിച്ച് യുദ്ധം ചെയ്യാൻ സാധ്യതയേ ഇല്ല. പക്ഷെ ഈഴവരുടെ ഇടയിലും പോരാളികളുണ്ടായിരുന്നു, കളരിയഭ്യാസികളുണ്ടായിരുന്നു, ആയുർവേദ വൈദ്യന്മാരുണ്ടായിരുന്നു, സംസ്കൃത പണ്ഡിതന്മാരുണ്ടായിരുന്നു, നെയ്ത്തുകാരുണ്ടായിരുന്നു, ധനികരുണ്ടായിരുന്നു. അതൊക്കെ പഴയ ബുദ്ധമത കാല പാരമ്പര്യത്തിൽ നിന്ന് വന്ന സംസ്കൃത വിദ്യയും ആയുർവേദ വിദ്യയും അതിൻ്റെ അറിവുകളും മറ്റുമൊക്കെ ആയിരുന്നു. ഈ യുദ്ധത്തിൻ്റെ ചില കാര്യങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. യുദ്ധ ദിവസങ്ങളിൽ കിട്ടുന്ന ഈ പട്ടാളക്കാർക്ക് കിട്ടുന്ന, ഈ കളരി ആശാന്മാർക്ക് കിട്ടുന്ന 40 കാശാണ് ഒരു ദിവസത്തെ പ്രതിഫലമായിട്ട് അന്ന് കിട്ടിയിരുന്നത്. 40 കാശെന്ന് പറഞ്ഞാൽ എത്രയോ തുച്ഛമാണ്. 2 ഇടങ്ങഴിയോ 3 ഇടങ്ങഴിയോ നെല്ലിൻ്റെ വിലയ്ക്ക് അടുത്തൊക്കെ വരും. അതാണ് അവർക്ക് കിട്ടിയിരുന്ന പ്രതിഫലം. അതല്ലാതെ വേറെ ജീവിത മാർഗങ്ങളൊന്നുമില്ലാത്ത പരമ ദരിദ്രന്മാരായിരുന്നു അന്നത്തെ നമ്മുടെ നാട്ടിലെ പടയാളികൾ. 1670 ഡച്ച് ഗവർണറായിരുന്ന വാൻ റീഡ് ഇവിടുത്തെ സൈന്യത്തെക്കുറിച്ചൊരു കണക്ക് പറയുന്നുണ്ട്. അന്ന് കേരളത്തിലൊക്കെ കൂടി 15 ലക്ഷം നായർ പടയാളികൾ ഉണ്ടായിരുന്നു എന്നാണ്. ഒരുപക്ഷേ ഈ 15 ലക്ഷം നായർ പടയാളികളെയും പരാജയപ്പെടുത്തിക്കൊണ്ടാണ് താൻ ഇവിടെ ഇങ്ങനെ ഡച്ച് ഗവർണറായി ഇവിടെ നിൽക്കുന്നത് എന്ന് അവരുടെ നാട്ടിൽ വിവരം അറിയിച്ചതായിരിക്കാം. അല്ലെങ്കിൽ തെറ്റിദ്ധാരണ കൊണ്ട് അയാൾ ഇങ്ങനെ എഴുതിയതായിരിക്കാം. എങ്കിലും 1901 സെൻസസ് പ്രകാരം തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും കൂടി നായർ ജനസംഖ്യ 10,39,000. അന്നത്തെ 1901 സെൻസസ് അനുസരിച്ച് ഇന്നത്തെ കേരളത്തിലെ അല്ലെങ്കിൽ തിരുവിതാംകൂറിലും കൊച്ചിയിലും മലബാറിലും കൂടിയുള്ള നായർ ജനസംഖ്യ 10,39,000. അതിൽ ഏതാണ്ട് ഒരു 5 ലക്ഷം പുരുഷന്മാർ ഉണ്ടെന്ന് കണക്കാക്കാം. അതിൽ 20 വയസ്സിന് താഴെയുള്ള കുട്ടികൾ, യുവാക്കൾ, പയ്യന്മാർ, കുട്ടികൾ 2 ലക്ഷം ഉണ്ടെന്ന് കണക്കാക്കുക. 45 വയസ്സ് കഴിഞ്ഞവർ 2 ലക്ഷം ഉണ്ടെന്ന് കണക്കാക്കുക. പിന്നെ 1 ലക്ഷം പേരാണ് യുദ്ധസജ്ജരായിട്ട് അന്ന് ഉണ്ടാകാൻ സാധ്യത ഉള്ളത്. അത് 1901 പോലും കേരളത്തിൽ യുദ്ധം ചെയ്യാൻ പ്രാപ്തിയുള്ള നായർ യുവാക്കൾ 1 ലക്ഷമേ കാണാൻ സാധ്യതയുള്ളൂ. എന്നാൽ 1670 കഥ പറയാനില്ല. വളരെ വളരെ കുറഞ്ഞ ഒരു നായർ പടയാളി സംഘമാണ് അന്ന് ഉണ്ടായിരുന്നത് എന്നതാണ്. ഒരു 25-30 ആയിരം പേർ അന്ന് യുദ്ധസജ്ജരായി ഉണ്ടായിരിക്കാൻ ഇടയുണ്ട്. 17-ാം നൂറ്റാണ്ടിലെ സാമൂതിരിയുടെ 1 ലക്ഷം സൈന്യം എന്ന വാൻ റീഡിൻ്റെയൊക്കെ രേഖ ഒരു 5000 പേര് വരുമെന്നും കൊച്ചിയിൽ ഒരു 2000 പേര് വരുമെന്നും തിരുവിതാംകൂറിലും ബാക്കിയുള്ളിടത്ത് കൂടെ ഒരു 12,000 പേര് വരും എന്നൊക്കെ പറഞ്ഞ ഒരു 10,000 നായർ പടയാളികൾ ഉണ്ടാകാനേ ഇടയുള്ളൂ എന്ന് പി.കെ. ബാലകൃഷ്ണൻ അനുമാനിക്കുന്നത് ഒരു ശരിയായ കണക്കാണെന്ന് എനിക്ക് തോന്നുന്നു. ഈ കളരി അഭ്യാസികളായ സൈനികർ യഥാർത്ഥത്തിൽ യുദ്ധ അഭ്യാസികൾ അല്ല. കളരി അഭ്യാസവും സൈനിക പരിശീലനവും ഒന്നല്ല. നോക്കുക, ഒരു തുള്ളി ജലത്തിനും ഒരു ശക്തിയുണ്ട്. അപ്പോൾ കടൽ ജലത്തുള്ളികളുടെ സമാഹാരമാണ്. കടലിലെ ഓരോ ജലത്തുള്ളിയുടെയും ശക്തിയുടെ സമാഹാരമല്ല കടലിൻ്റെ ശക്തി. കടലിലെ മൊത്തം ജലത്തുള്ളികളുടെ ബലത്തിൻ്റെ സമാഹാരം, അതെല്ലാം കൂടെ കൂട്ടിയെടുത്തതിൽ കിട്ടുന്ന ശക്തിയല്ല കടലിൻ്റെ ശക്തി. അതിനേക്കാൾ കണക്കാക്കാൻ വയ്യാത്ത രീതിയിലുള്ള ശക്തിയാണ്. അതുകൊണ്ട് കളരി അഭ്യാസിയായ 100 പേരുടെ ശക്തിയല്ല സൈനിക പരിശീലനം നേടിയ 100 പേരുടെ ശക്തി. ആ 100 പേരെന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1000 പേരെന്ന് പറയുന്നത് ഒറ്റ ശരീരവും ഒറ്റ മനസ്സുമായി യുദ്ധരംഗത്ത് നിൽക്കുന്നതാണ് സൈനിക പരിശീലനം. പക്ഷേ കളരി അഭ്യാസികൾ ചെയ്യുന്നത് വാളും പരിചയവുമായി ഇങ്ങനെ വരും. ആ വാളിനും പരിചയ്ക്കുമൊക്കെ തന്നെ ചില പ്രത്യേകതകളുണ്ട്. വാളിൻ്റെ അറ്റത്ത് പിടിയിൽ കിലുങ്ങുന്ന ചെമ്പ് വളയങ്ങൾ, വെങ്കല വളയങ്ങൾ ഇട്ടേക്കും. ഇത് കിലുക്കി പരിചയവുമായി ചുവട് വെച്ചാണ് വരുന്നത്. ഒരു വെട്ട് അങ്ങോട്ട് വെട്ടുന്നു,
അവിടെ നിങ്ങോട്ട് ചെറുക്കുന്നു. ഇങ്ങനെയാണോ യുദ്ധം? വേലുത്തമ്പി ദളവയുടെ കാലമായപ്പോൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തുണ്ടായിരുന്ന സൈന്യത്തിന് ചില മാറ്റം വന്നു. മാർത്താണ്ഡവർമ്മയുടെ കാലത്ത് നാടാർ യുവാവായ അനന്തപത്മനാഭനാണ് സൈന്യാധിപനെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അന്ന് ധാരാളം ഈഴവർ സൈന്യത്തിലുണ്ടായിരുന്നു, നാടാർ ഉണ്ടായിരുന്നു, മുക്കുവരിൽ തന്നെ പലരും ഉണ്ടായിരുന്നു. പക്ഷെ വേലുത്തമ്പി ദളവയായി വന്നതിന് ശേഷം നായന്മാരെ നിലനിർത്തുകയും ഈഴവരെയും നാടാന്മാരെയും മുഴുവൻ സൈന്യത്തിൽ നിന്ന് പിരിച്ചുവിടുകയും ചെയ്തു. അതിൻ്റെ ഫലമെന്ത് സംഭവിച്ചെന്നറിയോ? അവരാണ് മണ്ണടി ക്ഷേത്രത്തിൽ അവരെ മുഴുക്കെ, ഈ പിരിച്ചുവിടപ്പെട്ട സൈനികരെ മുഴുക്കെ ബ്രിട്ടീഷുകാർ സ്വന്തം സൈന്യത്തിലെടുത്തു. എന്നിട്ടും വേലുത്തമ്പി ബ്രിട്ടീഷുകാരുമായി യുദ്ധത്തിനിറങ്ങിയപ്പോൾ മണ്ണടിയിൽ വെച്ച് ക്ഷേത്രത്തിൽ കയറി ഒളിച്ചിരുന്ന വേലുത്തമ്പി എവിടെയാണ് ഇരിക്കുന്നതെന്ന് കണ്ടുപിടിച്ചത് അന്നത്തെ വേലുത്തമ്പി പിരിച്ചുവിട്ട ഈഴവ നാടാർ സൈന്യങ്ങളാണ്. അവരാണ് വേലുത്തമ്പിയെ അമ്പലം വളഞ്ഞ് പിടിക്കാൻ ശ്രമിച്ചതും വേലുത്തമ്പി ആത്മഹത്യ ചെയ്തതും മറ്റും. അന്ന് ബ്രിട്ടീഷ് പട്ടാളത്തെ നയിച്ച കേണൽ വെൽസ് എന്നൊരു സൈന്യാധിപനുണ്ട്. വേലുത്തമ്പി യുദ്ധത്തിനിറങ്ങിയപ്പോൾ ബ്രിട്ടീഷ് പട്ടാളത്തെ നയിച്ചത് കേണൽ വെൽസ്. അയാളെ ഉദ്ധരിച്ചുകൊണ്ട് ദ ഡിക്ലൈൻ ഓഫ് നായർ ഡോമിനൻസ് ഇൻ ട്രാവൻകൂർ എന്ന പുസ്തകം എഴുതിയ റോബിൻ ജെഫ്രി, ഇതാണ് ആ പുസ്തകം. നായർ മേധാവിത്വത്തിൻ്റെ പതനം എന്നാണ് മലയാളത്തിൽ അതിൻ്റെ പേര്. അത് പുതുപ്പള്ളി രാഘവനും MS ചന്ദ്രശേഖര വാര്യരും കൂടിയാണ് മലയാളത്തിലേക്ക് ഇത് വിവർത്തനം ചെയ്തത്. ആ പുസ്തകത്തിൽ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നു. അവരുടെ അവസാന യുദ്ധം എത്രയും നാണം കെട്ടതായിരുന്നു. കേണൽ വെൽസ് എഴുതിയിരിക്കുന്നതാണ്. നല്ല യൂണിഫോം ധരിച്ചിരുന്നവരും നല്ല ആയുധങ്ങൾ കൈവശമുള്ളവരും ഓരോ തുണ്ടു ഭൂമിയും തിരിഞ്ഞു നിന്ന് സംരക്ഷിക്കാൻ സൗകര്യമുള്ള ഇടത്ത് നില ഉറപ്പിച്ചിരുന്നവരുമായിരുന്നു ആ നായർ പട്ടാളമെങ്കിലും അവരെ ആയിരുന്നിട്ടും ഇത്ര ഭീരുത്വം പ്രകടിപ്പിച്ച ഒരു സൈന്യത്തെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. സൈന്യം എന്ന് വിളിക്കാൻ പോലും അവർ അർഹരല്ല എന്നാണ്. വഴിയിൽ കണ്ട പാവങ്ങളുടെ നെഞ്ചു പിളർക്കാൻ കാണിക്കുന്ന ആ ഹുങ്കുണ്ടല്ലോ, അതുകൊണ്ടൊന്നും യുദ്ധത്തിൽ ജയിക്കാൻ പോകുന്നില്ല. അങ്ങനെയല്ലേ ഈ പട്ടാളമൊക്കെ ഇത്തരക്കാരായ പട്ടാളക്കാരായതുകൊണ്ടാണ് വളരെ കുറച്ച് സൈനികർ വന്ന് നമ്മുടെ രാജ്യം മുഴുവൻ പിടിച്ചുകൊണ്ട് പോയത്. 1890 രാജാ കേശവദാസന്റെ നായർപ്പട മൈസൂർ സേന വരുന്നു എന്ന വാർത്ത അറിഞ്ഞപ്പോഴത്തേന് ഓടി ഒളിച്ചു. കുഞ്ചൻ നമ്പ്യാർ തോറ്റോടിയ പട എന്ന് പറഞ്ഞ് ഒരു തുള്ളൽ കവിതയിൽ ഒരു കാര്യം എഴുതിയിട്ടുണ്ട്. ദുര്യോധനന്റെ സൈന്യം തോറ്റോടുന്നതായിട്ടാണ്. പക്ഷേ യഥാർത്ഥത്തിൽ ഇവിടുത്തെ യുദ്ധരംഗങ്ങളിൽ തോറ്റോടിയ നായർ പടയെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ചെണ്ടയ്ക്കകത്ത് കയറി ഒളിച്ചതും അങ്ങനെ ഉരുണ്ടതും മറ്റുമായ ചില കാര്യങ്ങൾ അതിൽ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ മൈസൂർ സേനയ്ക്ക് കാര്യമായ എതിർപ്പൊന്നും നേരിടേണ്ടി വന്നില്ല എന്ന് ഡോക്ടർ KM പണിക്കരും രേഖപ്പെടുത്തിയിട്ടുണ്ട്. മൈസൂർ സേന കേരളം തിരുവിതാംകൂറിലേക്ക് ഇങ്ങനെ കടന്ന സമയത്തുള്ള ചില സംഭവങ്ങളാണ്. RS വൈറ്റ്വേ എന്നൊരു ചരിത്രകാരനുണ്ട്. അദ്ദേഹത്തിൻ്റെ റൈസ് ഓഫ് പോർട്ടുഗീസ് പവർ ഇൻ ഇന്ത്യ എന്ന ചരിത്ര പുസ്തകത്തിൽ ഒരു കാര്യം പറയുന്നു. കോഴിക്കോട് രാജാവും കൊച്ചി രാജാവും തമ്മിലൊരു യുദ്ധം നടന്നു. യുദ്ധത്തിനുള്ള കാരണം വളരെ സീരിയസ് ആണ് കേട്ടോ, വളരെ സീരിയസ്. കൊച്ചി രാജാവിൻ്റെ കൊട്ടാരം ഓടിട്ടത്, കോഴിക്കോട് രാജാവിൻ്റെ കൊട്ടാരം ഓല കെട്ടിയത്. അങ്ങനെ ഇപ്പം അവനവിടെ ഓടിട്ട കൊട്ടാരത്തിൽ ഇരിക്കണ്ട, ചെന്ന് അവനെ പിടിച്ചു കെട്ടിക്കൊണ്ടുപോവാ എന്ന് പറഞ്ഞ് കുറച്ച് നായർ സൈന്യത്തെ ഇങ്ങോട്ട് പറഞ്ഞയച്ചു. അന്ന് ഡച്ചുകാരുടെ സംരക്ഷണയിലാണ് കൊച്ചി രാജാവ് കഴിഞ്ഞിരുന്നത്. വെറും 111 പേരുള്ള ഡച്ച് സൈന്യവുമായി പച്ചിക്കോ ഈ കോഴിക്കോട് നിന്ന് വന്ന വലിയ സൈന്യത്തെ എതിർത്തു. വളരെ നാള് ഒരു യുദ്ധം നടന്നു. 111 പേരെ ഇവരുടെ ഭാഗത്തുള്ളൂ. അരി വയ്ക്കാനും മറ്റുമൊക്കെ ഉള്ള കുറച്ച് നായന്മാരും കൂടെയുണ്ട്. 4-5 മാസം ചെറുത്ത് നിന്ന് അവസാനം ഇവർ ഈ 111 പേർ
കോഴിക്കോട് നിന്ന് നായർ പടയെ എറിഞ്ഞ് അടിച്ച് ഓടിച്ചു. ആ കൂട്ടത്തിൽ ആ സംഭവത്തിലാണ് 200 പുലയർക്ക് നായന്മാരായി പ്രൊമോഷൻ കിട്ടുന്നത്. അത് ഇതിൻ്റെ ഇടയിലുള്ള ഒരു കഥയാണ്. 200 അടിമ പുലയന്മാർ ഒരിടത്ത് ജോലി ചെയ്തുകൊണ്ട് നിൽക്കുകയായിരുന്നു. അപ്പോഴാണ് വാളും മറ്റുമൊക്കെ ആയിട്ട് കുറേ ആളുകൾ ഓടി വരുന്നത്. ഇവരെ കൊല്ലാൻ വരികയാണെന്ന് വിചാരിച്ച് ഈ പുലയന്മാർ മൺവെട്ടി എടുത്തങ്ങ് പ്രയോഗിച്ചു. കുറേ എണ്ണത്തിനെ വെട്ടിക്കൊന്നു. പച്ചിക്കോയും സൈന്യവും ഇവരെ പിന്തുടർന്ന് വരികയാണ്. പച്ചിക്കോ അയാളെ സൈന്യത്തെ നിർത്തിയിട്ട് ഈ രംഗം നിരീക്ഷിച്ചു. ഈ പുലയ അടിമകൾ കോഴിക്കോട് നിന്ന് വന്ന വാളും പരിചയമായിട്ടൊക്കെ വന്നവന്മാരെ മൺവെട്ടി കൊണ്ട് നേരിട്ട് ഒരുപാടെണ്ണം ചത്തു, ബാക്കി ഓടി. ഈ 200 പുലയന്മാരെയും നായന്മാരായി ഉയർത്തണമെന്ന് പച്ചിക്കോ കൊച്ചി രാജാവിനോട് പറയുകയും കൊച്ചി രാജാവ് പച്ചിക്കോയുടെ കീഴിലായതുകൊണ്ട് അത് അംഗീകരിക്കുകയും അങ്ങനെ 200 പുലയന്മാർ ഒറ്റയടിക്ക് നായന്മാരാവുകയും ചെയ്ത ഒരു ചരിത്രം കൂടി ഇതിന് ഇടയിലുണ്ട്. അപ്പോൾ ഇവർ ആയുധ പ്രയോഗത്തിലുള്ള കൃത്യതയല്ല ഈ നായർ സൈന്യത്തിനുണ്ടായിരുന്നത്. ആചാരങ്ങളിലും ചടങ്ങുകളിലുമായിരുന്നു അവരുടെ യുദ്ധമൊക്കെ ബഹുരസമാണ്. അവർ ഒരിടത്ത് തമ്പടിക്കുന്നു, ഒരു മൈതാനത്ത് എവിടെയെങ്കിലും യുദ്ധം തീരുമാനിക്കുന്നു. 2 പാർട്ടികളും ഏതാണ്ട് ഒരിടത്ത് വരും. വന്ന് രാവിലെ പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് നദിയിൽ കുളിച്ച് രണ്ടുപേരും രണ്ട് ശത്രു സൈന്യങ്ങളും കൂടെ ഒരുമിച്ചാണ് നദിയിൽ കുളിക്കുന്നത്. കുളിച്ച് തട്ടെടുത്ത് പ്രഭാത ഭക്ഷണമൊക്കെ കഴിച്ച് മുറുക്കി ലോഹ്യമൊക്കെ പറഞ്ഞിരിക്കുമ്പോൾ ഒരിടത്ത് നിന്ന് പടഹധ്വനി ഉയരും. അപ്പോൾ പിന്നെ ഇവർ 2 ചേരിയാവും. പടഹധ്വനി ഉയർന്നതിന് ശേഷമേ യുദ്ധം ആരംഭിക്കാവൂ. രാത്രിയിൽ യുദ്ധം പാടില്ല. നല്ലവണ്ണം വെളിച്ചം വന്നിട്ട് യുദ്ധം ആകാവൂ. ഒരാൾ വാളും പരിചയമായിട്ട് അങ്ങോട്ട് ചെല്ലുന്നു, അടുത്തയാൾ വാളും പരിചയമായിട്ട് ഇങ്ങോട്ടൊക്കെ വരുന്നു. ഇങ്ങനെ വെറും കളരിപ്പയറ്റ് പ്രകടനമായിരുന്നു കേരളത്തിൻ്റെ യുദ്ധപാരമ്പര്യം. അതുകൊണ്ടാണ് 2 കപ്പലും 200 സായിപ്പന്മാരും ആയിട്ട് കുരുമുളക് വാങ്ങാൻ വന്നവർ നമ്മുടെ രാജ്യം മുഴുക്കെ പിടിച്ചടക്കിക്കൊണ്ട് പോയത്. മനുഷ്യശക്തിയെ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ അകറ്റി തൊട്ടുകൂടാത്തവരാക്കി ബ്രാഹ്മണ ഉപദേശമനുസരിച്ച് നിർത്തിയിരിക്കുകയായിരുന്നു കേരളത്തിൽ. ആകെ യുദ്ധം ചെയ്യാനുണ്ടായിരുന്നത് ഈ കുറേ നായർ യുവാക്കളായിരുന്നു. അവരുടെ യുദ്ധസാമർഥ്യമാണ് ഇവിടെ ഇങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ യുദ്ധസാമർഥ്യത്തെക്കുറിച്ചൊന്നും ആവശ്യമില്ലാത്ത ദുരഭിമാനമൊന്നും വെച്ച് പുലർത്തേണ്ട. കഴിവ് കെട്ടവരായിരുന്നത് കൊണ്ടാണ് ബ്രിട്ടീഷുകാർക്ക് നമ്മളെ അടിമകളാക്കാൻ കഴിഞ്ഞത്. ഈ 38-48 രാജ്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും അവരെല്ലാം ബ്രാഹ്മണ ഉപദേശമനുസരിച്ചാണ് പെരുമാറിയത്. അവരുടെ ഉപദേശമനുസരിച്ച് അവരാണ് ഓരോ രാജ്യത്തെയും ബ്രിട്ടീഷുകാരുടെ പാദങ്ങളിൽ കൊണ്ടു ചെന്ന് വച്ച് കൊടുത്തത്. കളരിപ്പയറ്റ് ഒരു കലാപ്രകടനം, കായികാഭ്യാസ പ്രകടനമാണ്, യുദ്ധം അല്ല.